ഹലോ, ഇച്ചിരി ലേറ്റായി പോയാലും എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം ഞങ്ങളുള്ളത് ഇവുലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്നാൽ കണ്ടില്ലേ എത്ര വലിയ ക്രിസ്മസ് ട്രീ ആണെന്ന്. ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസും ഒക്കെ കണ്ട് പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിള്ളേർ മാത്രമല്ല, ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ക്രിസ്മസ് ടൈമിൽ പിള്ളേർക്ക് പനിയൊക്കെ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ തണുപ്പത്ത് ഇറക്കണ്ടെന്ന് കരുതിയിട്ടാണ് 2 ദിവസം കഴിഞ്ഞ് ഇറക്കിയത്. ആ ടൈമിൽ ഇത്രയധികം ജനങ്ങളോ അല്ലെങ്കിൽ ഇത്രയധികം ഡെക്കറേഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ നോർമൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാ കണ്ടില്ലേ എന്തോരം സാധനങ്ങൾ വെക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. തലയിൽ വെക്കുന്ന ലൈറ്റ്സ്, പിന്നെ ബലൂൺസ്, പല പല വെറൈറ്റി ബലൂൺസ്, പിന്നെ സ്ട്രീറ്റ് ഫുഡ്, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ. അതിൽ കപ്പിൾസ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി നമുക്ക് കാണാൻ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും, നല്ല തണുപ്പായിരുന്നു കേട്ടോ, കൈയൊക്കെ ഇങ്ങനെ തണുത്ത് മരവിക്കായിരുന്നു. എന്നാൽ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഇവിടെ ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ, ജനങ്ങളുണ്ട്. അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഇവിടെ അങ്ങനെ വൈറസിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഈ ഏരിയയിലില്ല കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ആർക്കും മാസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. ഇവിടെ അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഞങ്ങൾ ഇവുവിലാണ്. ഇവു സൈഡിൽ എന്തായാലും ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഇല്ല. ചൈനയുടെ നോർത്ത് സൈഡിലാണെന്ന് തോന്നുന്നു കേട്ടോ പ്രശ്നം കൂടുതൽ. അതൊക്കെ പോട്ടെ. ആദ്യം നാണ്ട കാറ് കണ്ടപ്പോഴത്തേക്കും എടുത്ത് ചാടുന്നുണ്ടില്ലേ. അവന് കാറ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രൈവിങ്. അപ്പം കുഞ്ഞിന് കാറൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അവനെടുത്ത് ചാടുകയാണ് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ആദ്യം മാത്രമല്ല, ആദിയും അൻവിയും കാശിയും ദുർഗയും എല്ലാവരും കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കൊച്ചുങ്ങളുടെ അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് നല്ല വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുട്ടികളെയൊക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് അതൊക്കെ കണ്ടും വീഡിയോസും ഒക്കെ എടുത്തത് ആ മരത്തിൽ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്നുണ്ടല്ലേ, നല്ല രസമാട്ടോ കാണാൻ. ഞങ്ങളങ്ങനെ ഫ്രണ്ടിലോട്ട് ഇതൊക്കെ കണ്ടിട്ട് നടക്കുമായിരുന്നു. ഈ താഴെ കാണുന്നത് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡ്സും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അത് കണ്ടില്ലേ, എല്ലായിടവും ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്നു. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇഷ്ടംപോലെ വെള്ളരി പ്രാവുകൾ എല്ലാം കൂടി കൂട്ടത്തോടെ പറക്കുന്നതാണ്. നല്ല രസമായിരുന്നു. അതിന് ഫുഡൊക്കെ കൊടുത്ത് തീറ്റയൊക്കെ കൊടുത്ത് ആൾക്കാരൊക്കെ ചുറ്റും നിൽപ്പുണ്ട്, കൊച്ചുകുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട്. അപ്പോഴത്തേക്ക് 12 മണിയാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് 12 മണിയായപ്പോഴുള്ള കേക്ക് കട്ടിങ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടില്ലേ, കുഞ്ഞുങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഇഷ്ടംപോലെ ഇന്ത്യൻ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതൽ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരും നല്ല മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് വന്നിരുന്ന എല്ലാവരും നല്ല ഹിന്ദി പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്ത് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നത് എൻജോയ് ചെയ്തു. എന്നാലും നല്ല രസമായിരുന്നു. കാരണം നമുക്ക് ന്യൂ ഇയർ ഇത്രയും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിന് ഗോഡിന് നന്ദി പറയുന്നു. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും 1 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്കും നല്ല തണുപ്പുമായി കേട്ടോ. കുറേ നേരം ഇതൊക്കെ ഇരുന്ന് കണ്ട് എന്നിട്ടാണ് പുറത്തിറങ്ങിയത്. പിന്നെ കുറച്ച് നേരം കുട്ടികളെ അവിടെയൊക്കെ കളിപ്പിച്ചു. അപ്പം അവർക്കും ഒരു ന്യൂ ഇയർ എന്ന് സെലിബ്രേറ്റ് ചെയ്ത രീതിയായി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ന്യൂ ഇയർ 2025. ഞങ്ങൾ നല്ല രീതിയിൽ വെൽക്കം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ല അടിപൊളിയായിട്ട് പോകട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.